നമ്മൾ ഇലക്ഷന്റെ തിരക്കുകളിൽ പെട്ടുപോയപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ തന്നെ മാറ്റുന്ന ഒരു വലിയ ഡെവലപ്മെന്റ് നമുക്ക് മിസ്സായി. ഏപ്രിൽ 6-ന് കൽപ്പാക്കത്ത് നടന്ന സംഭവമാണ്. ഇപ്പൊ നമ്മൾ കറന്റിന് കൂടുതലും തെർമൽ പ്ലാന്റ്സിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അതിലെ പല സോഴ്സസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ പവറിന്റെ സ്വിച്ച് ഫോറിൻ രാജ്യങ്ങളുടെ കയ്യിലാണ്. ഈ പ്രോബ്ലം മനസ്സിലാക്കി 1954 ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമായ ഡോക്ടർ ഹോമി ബാബ ഇന്ത്യയിൽ തന്നെ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായി. ന്യൂക്ലിയർ ഫ്യൂവലായ യുറാനിയം ഇന്ത്യയിൽ കുറവാണ്. എന്നാൽ ലോകത്തെ 25% തോറിയം ഇവിടെയുണ്ട്. പക്ഷേ അതിലൊരു ക്യാച്ച് ഉണ്ട്. ഈ തോറിയം കത്തിക്കണമെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ഫ്യൂവൽ വേണം. അത് നാച്ചുറലി കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ആ സ്പെഷ്യൽ ഫ്യൂവൽ ഉണ്ടാക്കി തോറിയം യൂസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാനുള്ള ഒരു 3 സ്റ്റേജ് പ്ലാൻ അദ്ദേഹം മുന്നോട്ട് വെച്ചു. സ്റ്റേജ് 1 യുറാനിയം ഫ്യൂവലായി യൂസ് ചെയ്ത് കറന്റും പ്ലൂട്ടോണിയം എന്ന ബൈ പ്രൊഡക്റ്റും ഉണ്ടാക്കും. സ്റ്റേജ് 2 ഈ പ്ലൂട്ടോണിയം വെച്ച് തോറിയമിനെ സ്പെഷ്യൽ ഫ്യൂവൽ ആക്കി മാറ്റും. സ്റ്റേജ് 3 ആ സ്പെഷ്യൽ ഫ്യൂവൽ വെച്ച് തോറിയം ബേൺ ചെയ്ത് പവർ ഉണ്ടാക്കും. അങ്ങനെ 22 വർഷത്തെ ഹാർഡ് വർക്ക് കൊണ്ട് ഏപ്രിൽ 6-ന് കൽപ്പാക്കത്ത് നമ്മുടെ സ്വന്തം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ലൈവായി. അതായത് സ്റ്റേജ് 2-ന്റെ തുടക്കം. റഷ്യ കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. 70 വർഷം മുമ്പ് ബാബ കണ്ട ആ സ്വപ്നം ഇന്ത്യയിലെ സയന്റിസ്റ്റ് ഇപ്പോൾ നടപ്പിലാക്കി. ഈ ന്യൂസ് എല്ലാവരും അറിയണം. അതിശക്തം.